ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ ഇതിനു മുമ്പ് എടുത്തായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ എഡിറ്റൊക്കെ ചെയ്ത് ഡൗൺലോഡ് ചെയ്തപ്പോഴത്തേനും ആ വീഡിയോയ്ക്ക് എന്താ പറയുക, സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ ക്ലിപ്പൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടാമതും കൂടെ എടുക്കുകയാണ്. ഞാനിപ്പോൾ ട്രിയറിലാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഒന്ന് ചെറുതായി പറയാം കേട്ടോ. ഞാനിപ്പോൾ ഔപ്പയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അറിയാലോ. അപ്പോൾ ഞാൻ രാവിലെ 5:15 എണീക്കും. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ഫുഡും എൻ്റെ ഔപ്പയർ കൊച്ചിനുള്ള ഫുഡും കൂടെ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 6:15 ആകുമ്പോഴത്തേനും ട്രെയിൻ കയറി ട്രിയറിലെത്തും. ഇപ്പം ട്രിയറിലാട്ടോ. അത് കഴിഞ്ഞിട്ട് 7:30 തൊട്ട് ഒരു മണി വരെ ഞാൻ ട്രിയറിലാണ് ഇരിക്കുന്നത്. കാരണം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ, ഇവിടെ കൊണ്ടയാക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാലും ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 9:45 ആവും. അത് കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് ഇവളെ കൂട്ടാൻ വേണ്ടി വരണം. 12:30 ആകുമ്പോൾ ഇവിടെ എത്തും. വീണ്ടും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് 1 മണിക്ക് കൂട്ടണം. അപ്പോൾ ആകെപ്പാടെ തിരിച്ചു പോകുകയാണെങ്കിൽ 1 മണിക്കൂർ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 7:30 to 1 മണി വരെ ഇവിടെ ട്രിയറിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ 7:30 to 1 മണി വരെയുള്ള ടൈമിൽ ഇവളെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേ സ്പെൻഡ് ചെയ്യുന്നതെന്നാട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ട്രിയറിൽ ഡോമുണ്ട്. ഡോമിൽ ഒരു 9 മണിക്ക് കുർബാനയുണ്ട്. 9 മണി ഒരു അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എല്ലാ ദിവസവും കൂടാറുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ വെറുതെ ഇരിക്കലാണ്. എന്നിട്ട് വെറുതെ ഇരിക്കും, കുറച്ച് നേരം പത്രം വായിക്കും, എന്തെങ്കിലും സിനിമയോ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പള്ളിയിലേക്കാട്ടോ പോകുന്നത്. അതെ, ഞാൻ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് ഇവിടെ ട്രിയറിൽ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ഓപ്പൺ അല്ല. അപ്പോൾ ഇന്ന് ഞാനിത് കണ്ടപ്പോൾ അവിടെ കയറി. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു, വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കപ്പിച്ചിനോ മക്കിയാട്ടോ ആ ഒരു സാധനമാണ് കുടിച്ചത്. അതിന് €2.50 അപ്പോൾ ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ കുർബാനയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാനിനി പാലസ് ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. നല്ലോണം വിശക്കുന്നുണ്ട്. ഈ പാലസ് ഗാർഡനിൻ്റെ മുന്നിലാണ് ബസിലിക്ക. അപ്പം ഞാൻ ബസിലിക്കയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ DME കയറി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഞാൻ ആദ്യം എടുത്തപ്പോൾ ലിപ്സ്റ്റിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ DME കയറി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. ഈ കാണുന്ന കളറാണ് വാങ്ങിയത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ എന്തായാലും പാലസ് ഗാർഡനും അവിടുത്തെ ബസിലിക്കയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ആ നേരെ കാണുന്ന ബസിലിക്ക ആട്ടോ, കോൺസ്റ്റാന്റിൻ ബസിലിക്ക. ഈ ബസിലിക്ക 4-ാം നൂറ്റാണ്ടിൽ റോമൻ എംപററായ കോൺസ്റ്റാന്റിൻ ദ ഗ്രേറ്റിൻ്റെ കാലത്ത് പണിതതാണ്. അപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റോമൻ ഹാളാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഉള്ളിൽ. അത് ഫെർബോട്ടനാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ പലാസ് ഗാർഡൻ എന്നാട്ടോ, പലാസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ കുറേ സ്റ്റാറ്റുകളൊക്കെ ഉണ്ട്. നോക്കിയേ, കണ്ടോ എൻ്റെ ബേക്കിൽ
അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ബസിലിക്കേൻ്റെ പുറകിലുള്ള ഗാർഡനാണ്. അപ്പോൾ ഇവിടെ കുറേ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇതപ്പോൾ എൻ്റെ പുറകിൽ കൂടെ ഒക്കെ കാണുന്നത് ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരും കേട്ടോ. കാരണം ഇവിടെ 1 മണി വരെ ഇരിക്കണ്ടേ. അപ്പോൾ എനിക്ക് വിശക്കും. അപ്പം ഞാൻ എന്താണ് കൊണ്ടുവന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നാട്ടിലായിരുന്നപ്പോൾ ഈ പപ്രിക്ക എന്ന് പറയുന്ന സാധനം, അതിനെന്താണ് പറയുക, ഞാൻ മറന്നുപോയി. ഈ സാധനം ഇത് ഞാൻ കഴിക്കത്തേ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ബ്രെഡൊക്കെ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഇവരെങ്ങനെയാണ് എപ്പോഴും ഈ ബ്രെഡൊക്കെ കഴിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ബ്രെഡ് മതി, വേറെ ഒന്നും വേണ്ട. ബ്രെഡ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കട്ടെ. എൻ്റെ മെയിൻ പരിപാടി ഇവിടെ വെറുതെ ഇരിക്കലാണ്. ഇന്നിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ ഫോൺ നോക്കിയിരിക്കും, പത്രം വായിക്കും. അല്ലെങ്കിൽ ഇവിടെ ലൈബ്രറി ഉണ്ട്, അവിടെ പോയിരുന്ന് സിനിമ കാണും. അതൊക്കെ നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് സിനിമ കാണും. ലൈബ്രറി ഒരു 10 മണിക്കാണ് തുറക്കാറ്. എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഒരു തിങ്കളാഴ്ച ഓപ്പൺ അല്ല, ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ്. ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. ബൈ. അങ്ങനെ ഞാനിതാ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പോട്ടാനിക്കരയിലേക്കാട്ടോ. അതായത് അത് ഇവിടുത്തെ ശ്രീഹരിയുടെ തന്നെ ഏറ്റവും പ്രശസ്തമായ റോമൻ ഗേറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. ഇതാ കാണുന്നതാട്ടോ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും പോട്ടാനിക്കരയിലേക്ക് പോകാം. ഇതാണ് മുള്ളർ എന്ന് പറഞ്ഞ ഷോപ്പ്. സാധാരണ ഞാൻ ഇതിലൊക്കെ ചുമ്മാ കയറി ഇറങ്ങാറുണ്ട്. എനിക്ക് ഇന്നിപ്പോൾ മടിയാണ്, ഇന്നിപ്പോൾ സമയമില്ല. ഇപ്പോൾ തന്നെ 11 മണിയായിട്ടോ. അപ്പം ഞാനിങ്ങോട്ട് പോട്ടാനിക്കരയിലേക്ക് നടന്നു പോകുന്ന ടൈമിൽ എൻ്റെ അടുത്ത് 2-3 പിള്ളേർ വന്നിട്ട് ചോദിച്ചു, ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ചു. എനിക്കാണ് എന്താ പറയുക, ജർമ്മൻ പഠിച്ചപ്പോൾ ഇംഗ്ലീഷും കൂടെ ഉള്ളതും കൂടെ പോയി കിട്ടി. അപ്പം ഞാൻ പറഞ്ഞ് അറിയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു ചലഞ്ചാണ്, നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാണ് ഐ ലവ് യു എന്ന് പറയുന്നതെന്നൊന്ന് എഴുതുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതി കൊടുത്തു. ഒരു പേപ്പറിൽ എഴുതി, അതിൽ 2-3 ഭാഷയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയോ ആയിട്ട്. എന്നിട്ട് ഞാൻ എഴുതി കൊടുത്തു. എന്നിട്ട് അവർ താങ്ക് യു പറഞ്ഞിട്ട് പോയി. അത്രേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ അവർ ശരിക്കും ചലഞ്ച് തന്നെയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അറിയില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നേരെ പോട്ടാനിക്കര കാണിച്ചു തരാം.
അപ്പോൾ ഇതാ ഈ കാണുന്നതാട്ടോ ബൊട്ടാനിക്. ഇത് ട്രിയറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ റോമൻ ഗേറ്റ് ആട്ടോ. ഇത് 150 AD പണിയപ്പെട്ടത്. ഇത് റോമൻ കല്ലുകൾ കൊണ്ട് പണിതതാണ്. പിന്നെ നിഗ്ര എന്നത് ലാറ്റിനിൽ കറുപ്പ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ബൊട്ടാനിഗ്ര എന്ന പേര് വന്നു. പിന്നെ കാലക്രമേണ കല്ലുകൾ കറുത്ത നിറമെടുത്തു. അതുകൊണ്ട് തന്നെ ഇതിന് ബ്ലാക്ക് ഗേറ്റ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഇത് ഉൾപ്പെടുന്നുണ്ട്. ട്രിയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെയിൻ സിംബലിൽ ഒന്നാട്ടോ ഈ ബൊട്ടാനിക്. പിന്നെ ഇത് പഴയ കാലത്ത് നഗരത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു കേട്ടോ. ട്രിയർ ജർമ്മനിയിലെ റൈൻലാൻഡ് ഫാൾസ് സംസ്ഥാനത്തുള്ള ഒരു മനോഹരമായ നഗരമാട്ടോ. ജർമ്മനിയിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ് ട്രിയർ. റോമൻ കാലത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബൊട്ടാനിക്. ഇനി പോകാൻ പോകുന്നത് നമുക്ക് ബിബ്ലിയോത്തേക്കിലേക്ക് പോകാം. ഞാനിപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറും, എന്തെങ്കിലുമൊക്കെ നോക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും. അല്ലെങ്കിൽ ബിബ്ലിയോത്തേക്ക് പോയിട്ട് അവിടെ വെറുതെ ഇരിക്കലാണ് എൻ്റെ പരിപാടി. അപ്പം നമുക്കിനി ബിബ്ലിയോത്തേക്കിലേക്ക് പോകാം. ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ജാക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ വിൻ്ററായ ഞാൻ എന്ത് ചെയ്ത് എനിക്കറിയാം, പെട്ടുപോകും. വിൻ്ററായ ഭയങ്കര തണുപ്പല്ലേ. ഞാൻ ഫെബ്രുവരിയിലാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ഇതുവരെ വിൻ്റർ കണ്ടിട്ടില്ല. ഇനിയിപ്പം വിൻ്റർ ആകാനായി എന്നാണ് അവരൊക്കെ പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. സത്യം പറഞ്ഞാൽ ഫുൾ പച്ചപ്പ്, ഒരു നമ്മുടെ നാട്ടിലത്തെ ഫീല് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. എല്ലാ സ്ഥലവും കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഇപ്പം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എങ്ങനെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ഈ ലൈബ്രറി പള്ളീൻ്റെ ഈ റൂമിൻ്റെ അടുത്താട്ടോ. അപ്പോൾ നമ്മൾ ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. ഞാൻ നടന്ന് മടുത്തു. ഞാൻ വെറുതെ ഇരിക്കാറാണ് പരിപാടി. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മൊത്തം നടന്ന് ശരിക്കും മടുത്ത്. അതേ കാണുന്നത് എൻ്റെ അഭിനയം കേട്ടോ.
എനിക്ക് ബുക്ക് വായിക്കാനൊന്നും തീരെ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കണമെന്ന്. പക്ഷേ ഞാനിങ്ങനെ വായിച്ച ഒരു 2 വരി എത്തുമ്പോഴത്തേനും എനിക്ക് ബോറടിക്കും. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവത്തില്ല, ജർമ്മനും കൂടിയാണ്. പക്ഷേ ഈ ബുക്ക് കൊള്ളാം കേട്ടോ. ഈ ബുക്കിൽ വായിച്ചതൊക്കെ അത്യാവശ്യത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ബോറിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ മടുത്തു. പക്ഷേ എന്നാലും 17 പേജ് ഞാൻ വായിച്ചു കേട്ടോ. ഇപ്പോൾ 12:30 എനിക്ക് 1 മണിക്ക് അവളെ കൂട്ടാൻ പോകണം. ഞാനൊരു 17 പേജ് വായിച്ചു തീർത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ റീൽസൊക്കെ കണ്ടു. അപ്പോഴത്തേക്കും 12:30 എൻ്റെ ഫോണിന് ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ പവർ ബാങ്ക് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് അവളെ കൂട്ടാൻ പോകാം. അപ്പം ഞാനിത് അവളുടെ സ്കൂളിൽ എത്തി. ഇനിയിപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവളിപ്പോൾ വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ 2 പേരും കൂടെ ട്രെയിൻ കയറി തിരിച്ചു പോയി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം. പിന്നെ അവളുടെ ഒപ്പം കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കളിക്കുകയോ. ടിഷ് ടെന്നീസ് പുതിയത് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് പോയിട്ട് കളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.